അതെ അതെ അതെ, സൂപ്പർ സ്റ്റാർ ചരൺദാസ് ആണ്. അതെ, സെലിബ്രിറ്റിയോടൊപ്പം ഒരു ദിവസവും നിങ്ങളുടെ പരസ്യത്തിൽ ഞാൻ അഭിനയിച്ചു. അത് ഓക്കെയാണ്. എൻ്റെ കൂടെ ഒരാളെ നിർത്താനും ഞാൻ തയ്യാറാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ലോക്കലിനെയാണോ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത്? ഞാനൊരു സെലിബ്രിറ്റി അല്ലേ, എനിക്കതിന് സാധിക്കില്ല. നിങ്ങള് നമ്മുടെ കയ്യിൽ നിന്നും പറഞ്ഞ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ആളെ നിർത്തിയേ പറ്റൂ. നിർത്തിയില്ലെങ്കിൽ കേസ് കൊടുക്കും. നിർത്തിയാലോ? എന്നാ നിനക്കുള്ള ആ പേടി വേണം കേട്ടോ. സെലിബ്രിറ്റിയോടൊപ്പം ഒരു ദിവസം പരസ്യം ചെയ്യണ്ടായിരുന്നു. ഇതിപ്പോ ഏത് മാരണമാണാവോ കയറി വരാൻ പോണേ. ഹലോ എടി വന്ന് സിനിമാറിന്റെ വീട്ടിൽ വന്നു. പോളപ്പം വീട്, ഉഗ്രം വീട്, ഒരു രക്ഷയില്ല. അയ്യോ ദാ ഇവിടെ സെറ്റില് മലന്ന് കിടക്കണം നമ്മളെ മറ്റേ ചരമദാസ്. അത് തന്നെ ചരൺദാസ്. ആരാണ്? ഹു ആർ യു? വാട്ട് യു വാണ്ട്? ഞാനാണ് മറ്റേ കൂപ്പടിച്ചാള്. കൂപ്പൺ നിങ്ങളിവിടെ ഇന്ന് താമസിക്കാൻ വന്ന ആള് കൂപ്പടിച്ചാള്. ബഹളം ഉണ്ടാക്കാതിരിക്കും പ്ലീസ്. ഞാൻ ആകെ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്. പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. വല്ല മാട്ട സാധനം വച്ചടിച്ച എങ്ങനെ തലവേനിക്കും? എടാ, ഞാൻ മദ്യം കഴിക്കാറില്ല. പ്ലീസ്. മദ്യം കഴിക്കൂലേ? ഇല്ല. പിന്നെ എവിടെ നീ മണം അതിന്റെ സ്പ്രേ അടിച്ചിരിക്കുന്നത്? ഞാൻ മദ്യം കഴിക്കണമെന്ന് തോന്നുമ്പോ നട്ട്സ് ആണ് ഉപയോഗിക്കാറ്. ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളെ പറ്റി. നിങ്ങൾ ഭയങ്കര നട്ട്സിന്റെ ആളാണെന്ന്. ഇത് ജലദോഷം കൊണ്ടാക്കിയത്. നട്ട്സ് മീൻസ് കാഷ്യൂനട്ട്, ബദാം, ഈ അണ്ടിപ്പരിപ്പ് ബദാം ഒക്കെയാണ്. അണ്ടിപ്പരിപ്പും ബദാം ഒക്കെ തിന്നാൻ പൈസ ഉണ്ട്. ബട്ടൺസ് ഉള്ള ഒരു ഷർട്ട് വാങ്ങിച്ചിടാൻ പൈസ ഇല്ല. അതാ തുറന്നിട്ടുണ്ട് നടക്കുന്നത്. എടാ, ഇത് ഫുള്ള് ബ്രാൻഡാണ്. ഈ അകത്ത് കിടക്കുന്ന ബ്രാൻഡില്ലേ, അത് പുറത്ത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത്. യുനോ. അപ്പൊ നിക്കർ ബ്രാൻഡ് അല്ലേ? അല്ല. ഇയാൾ ഇങ്ങോട്ട് കയറി വരുന്ന വേഷത്തിലാണോ ഇത്? ഇതെന്ത് വേഷമാണ്? ഇത് ഞാൻ വേഷമല്ലാതെ പറഞ്ഞു വരുന്ന ഒരു സെലിബ്രിറ്റി കാണാൻ വരുന്ന വേഷം ഇങ്ങനെയാണോ? അത് ഞാൻ പിന്നെ അച്ഛന് ബലിയിടാൻ പോയിട്ട് പറഞ്ഞ വഴിയേ അവിടെ വിളിച്ചു പറഞ്ഞത് കൂപ്പ അടിച്ച് പെട്ടെന്ന് പറഞ്ഞു. അപ്പം ബലിയിട്ടില്ല? ബലിയിട്ട് ഒരു ഉരുള ചോറും ഒരു ബീഡിയും തീപ്പെട്ടിയും വെച്ചിട്ടല്ലേ വന്നത്. ചോറ് മനസ്സിലായി. വാട്ട് ഈസ് ദാറ്റ്? ബീഡി, തീപ്പെട്ടി. അച്ഛന് പണ്ടേ ഒരു കുഴപ്പമുണ്ട്. ഉണ്ട് കഴിഞ്ഞാൽ ഒരു ബീഡി വലിക്കണോ? എനിക്ക് ആത്മാവോടെ പിന്നെ നമ്മളെന്തിനും തള്ളക്കി വിളി കേൾക്കണം. ദുശീലം. പക്ഷെ അച്ഛന്റെ ആ ദുശീലം എനിക്കും കിട്ടിയിട്ടുണ്ട്. ഞാനും ബീഡി വലിക്കും. ബീഡി വലി നിർത്തണം. നിർത്തും. എപ്പോ? അത് കത്തി എറിഞ്ഞ ആ നൂലിന്റെ അവിടെ എത്തുമ്പോ ഞാൻ നിർത്തും. ആരോട് പറയാൻ? മെഡിറ്റേഷൻ ആണ് നല്ലത്. മെഡിറ്റേഷൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? പക്ഷെ തിന്നിട്ടില്ല. യാത് ബേക്കറി കിട്ടുവണ്ണ? യോഗ തിന്നാ നമുക്ക് എവിടെ യോഗ? നമ്മള് പാവത്തങ്ങളല്ലേ. ഈ ബീഡി വലി നിർത്തണമെങ്കിൽ ഞാൻ കാണിക്കുന്നത് പോലെ ചെയ്താൽ മതി. ഇത് വൃക്ഷാസനം, ഇത് മയൂകാസനം, ഇത് മാർജാരാസനം. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ആസനം മനസ്സിലായി, ബാക്കിയൊന്നും മനസ്സിലായില്ല. ഒരു കാര്യം ചെയ്യ്, നീ മിണ്ടാതിരി. ഇത് തിന്നോണ്ട് മിണ്ടാതിരുന്നോ. ഹായ്, പൊരിച്ച മുല്ലപ്പൂ. മറ്റേ ചോളം പൊരിച്ചത്. അത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞൂടെ ചോളം പൊരിച്ച എന്നുള്ളത്? പിന്നെ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. എന്താണ്? ഈ സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നുള്ളത്. ഇയാളെയൊന്നും സിനിമയിൽ എടുക്കൂല. അല്ല, വേണേ പൈസ ഞാൻ അങ്ങോട്ട് തരാം. സിനിമയിൽ അഭിനയിച്ച പൈസ അങ്ങോട്ടാണ് തരുന്നത്, മനസ്സിലായില്ലേ? സിനിമയിൽ ഒഴിച്ച പൈസ ഇങ്ങോട്ട് കിട്ടുമോ? പിന്നെ മോഹൻലാലും മമ്മൂട്ടിയും പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കാനാണോ ലൊക്കേഷനിൽ വന്ന് കിടക്കുന്നത്? അതിനല്ലേ ഞാൻ കരുതി അതായിരിക്കും. കലാബോധം വേണം മിസ്റ്റർ. കലാബോധമൊക്കെ നമുക്കുണ്ട്. എന്ത്? ഞാനും കലാകുടുംബമുള്ള വീട്ടിൽ നിന്ന് വന്ന തന്നെ. എന്ത് കലാബോധം? എന്റെ അപ്പൂപ്പൻ കലാകാരനായിരുന്നു, ഭയങ്കര മാജിക്കാരനായിരുന്നു. മജീഷ്യൻ. അങ്ങനെ നമ്മൾ അവിടുത്തെ കോവില് അപ്പൂപ്പന്റെ ഒരു മാജിക് ഷോ ഉണ്ടായിരുന്നു. അപ്പൂപ്പന്റെ മെയിൻ ഐറ്റമാണ് ഫയർ എസ്കേപ്പ്. അങ്ങനെ അവിടുത്തെ ഗ്രൗണ്ടിൽ വലിയൊരു കുഴിയെടുത്ത് അപ്പൂപ്പൻ അതിനകത്തിട്ട് കുറെ വയ്ക്കലിട്ട് കുഴി അങ്ങ് മൂടി. ആണ്ട്രാ, അപ്പോഴും കോവിൽ കൊണ്ടുവന്ന് ആന ഇടഞ്ഞ്. ആനയും നാട്ടുകാരെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ന പിന്നെ ഓട്ടോയി. അപ്പൊ കുഴിച്ചിട്ട് അപ്പൂപ്പൻ കുഴിയെടുത്ത സ്ഥലം മറന്നു ഇവിടെ. പക്ഷെ 5 വർഷം കഴിഞ്ഞപ്പോ നമ്മള് പൊക്കി. എങ്ങനെ? അപ്പൂപ്പനെ കുഴിച്ചിട്ട സ്ഥലം കിട്ടി. എങ്ങനെ കിട്ടി? അവിടെ തെങ്ങ് കിളിച്ചു വന്ന്. തെങ്ങ് കിളിച്ചു? അപ്പൂപ്പൻ എങ്ങനെ മനസ്സിലായില്ല? അല്ല, ആ തെങ്ങില് ഒരു കൊട്ടത്തെങ്ങില് ഒരു മാജിക്കാരന്റെ തൊപ്പി ഒരു വടി ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെയാണ് അപ്പൂപ്പനെ കുഴിച്ചിട്ടത്. നല്ല കലാബോധം. പിന്നെ എനിക്കും വേറെ കഴിവൊക്കെ ഉണ്ട്. എന്താണ്? ഞാൻ ഈ രേഖാചിത്രം വരയ്ക്കും. ഡ്രോയർ. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. പടം വരയ്ക്കുന്ന ആള് അതാണ്. അപ്പൊ ഞാൻ ഈ രേഖാചിത്രം വരയ്ക്കും. അപ്പൊ കൊച്ചിച്ച നാട് വിട്ടുപോയി. ഞാൻ കൊച്ചിച്ചന്റെ രേഖാചിത്രം വരച്ചിട്ട് താഴെ എഴുതി വെച്ച് കൊച്ചിച്ച മടങ്ങി വരുമോന്ന്. എന്നിട്ട് നമ്മളെ ഏരിയല്ല മതിലെല്ലാം ഞാൻ കൊണ്ട് ഒട്ടിച്ചു. കൊച്ചിച്ചൻ തിരിച്ചു വന്നോ? കൊച്ചിച്ച വന്നില്ല. കോവളം കാണാൻ വന്ന സായിപ്പ് കവാലം പൊത്തി ഒറ്റയടി. എന്തിന്? മൈക്കിൾ ജാക്സൺ എന്താ നിന്റെ കൊച്ചിച്ചനായി എന്ന്? വിവരവും ഇല്ല. വിവരമുണ്ട്. എന്റെ അനിയൻ പോലീസിലാണ്. ഒരാൾക്കെങ്കിലും വിവരമുണ്ടല്ലോ ഗോഡ്. പക്ഷെ അവൻ ഇടയ്ക്ക് ശസ്ത്രൂഷം കിട്ടി. മറ്റേ ജോലി എന്ന് പറഞ്ഞു സസ്പെൻഷൻ അത് കിട്ടി. ഇവൻ ഡ്യൂട്ടിയിൽ നിൽക്കായിരുന്നു. അപ്പൊ അവര് വയർലെസ് കൂടെ വിളിച്ചു പറഞ്ഞ് ബിയർ അടിയെന്ന്. അപ്പോഴാണ് അപ്പുറത്തെ ബാറ് കയറി 2 ബിയർ അടിച്ചു. അവര് പറഞ്ഞിട്ടാണ് ഇവൻ കുടിച്ചത്. പിന്നെ എന്തിനാ അവനെ ജോലി എന്ന് പറഞ്ഞിട്ട്? ബിയർ അടിക്കാനല്ല പറഞ്ഞ, ബിയർ അടി തയ്യാറായിരിക്കാൻ. അപ്പൊ ബാറി പോയി കൂച്ചാനല്ല പറഞ്ഞത്. ചുമ്മാലെ വലിച്ചോണ്ട് 6 മാസം കൊണ്ട് വീട്ടിൽ വിദ്യാഭ്യാസവും ഇല്ല. അപ്പൊ വിദ്യാഭ്യാസമുള്ള സാർ എനിക്ക് സഹായം ചെയ്യും. What kind of job I do? എനിക്ക് ഈ ബാങ്കിൽ പോയിട്ട് പൈസ അടയ്ക്കാൻ അറിഞ്ഞൂടാ. ഇത് എങ്ങനെ അടയ്ക്കും? ബാങ്കിൽ ചെല്ലണം, എന്നിട്ട് നമ്മൾ ചെല്ലാൻ വാങ്ങണം. വാങ്ങാൻ ചെല്ലണമെന്നല്ലേ?
ചെല്ലാൻ വാങ്ങണം. അല്ല വാങ്ങാൻ ചെല്ലണം. എടാ ചെല്ലാൻ വാങ്ങിക്കണം. വിദ്യാഭ്യാസമുള്ള സിനിമാ നടൻ പറഞ്ഞൊക്കെ തല തിരിച്ച് ഞാൻ പറഞ്ഞുതരാം. എന്നെ ശ്രദ്ധയില് വാങ്ങാൻ ചെല്ലണം. സി മിസ്റ്റർ ബാങ്കിൽ ചെല്ലുന്നു, എന്നിട്ട് ചെല്ലാൻ വാങ്ങുന്നു. വാങ്ങാൻ ചെല്ലുന്നു. എടാ ചെല്ലാൻ വാങ്ങണം, ചെല്ലാൻ വാങ്ങണം, ചെല്ലാൻ വാങ്ങണം. മനസ്സിലായോ? അതാണ് കറക്റ്റ്. ചെല്ലാൻ വാങ്ങണം. ദാറ്റ് ഈസ് കറക്റ്റ്. യു നോ. അങ്ങനെ ആയിരുന്നാ? ചെല്ലാൻ വാങ്ങണം. ചെല്ലാൻ വാങ്ങണം, ചെല്ലാൻ വാങ്ങണം, ചെല്ലാൻ വാങ്ങണം. കിട്ടി, എനിക്ക് കിട്ടി. ഇനി ഞാൻ മറക്കൂല. വാങ്ങാൻ ചെല്ലണം. എടാ നിന്നെ ഞാൻ എന്നെ ചെല്ലാൻ പറഞ്ഞു. എന്നെ ചെല്ലല്ലേ, എന്നെ ചെല്ലല്ലേ, എന്നെ ചെല്ലല്ലേ. കൊല്ലല്ലേ എന്നല്ലേ? അത് തന്നെ, എന്നെ കൊല്ലല്ലേ. പോടാ, ഇറങ്ങിപ്പോ. ഒരു കലാബോധമില്ല, വിവരമില്ല, വിദ്യാഭ്യാസവും ഇല്ല. നിങ്ങളെ കലാബോധം ഞാൻ മെനഞ്ഞാന്ന് കണ്ട്. എന്താണ്? നിങ്ങളെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ വന്ന് പാട്ട് സീന് ഷൂട്ട് ചെയ്തോണ്ടിരിക്കണ്. നിങ്ങളും കുറെ പെമ്പിള്ളേരും കൂടെ ഭയങ്കര ഡാൻസ്. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആയിരുന്ന പിള്ളേര്. നിങ്ങൾ മൊത്തം ഡാൻസ് തെറ്റിച്ച്. ഞാൻ ഡാൻസ് തെറ്റിക്കാറില്ല. ഇയാള് തെറ്റില്ല ഡാൻസ്. ഞാൻ ഡാൻസ് തെറ്റിക്കാറില്ല. ഡാൻസ് തെറ്റിച്ച് ഞാൻ കണ്ട്. ഡാൻസ് തെറ്റിച്ചാ ഞാൻ അങ്ങ് ഡബിങ് ശരിയാക്കും. ഓ അങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നല്ലേ? ആ ഉണ്ടായിരുന്നു. ഡബിങ് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇയാളങ്ങ് വലിച്ചു പോയനായിരുന്നു. ഒരു മിനിറ്റ് കോള് വരും. ഹലോ, 26, 27 ഡേറ്റ് ഇല്ല. എന്താ ഡേറ്റ് പൂച്ച എടുത്തോണ്ട് പോയാ? സോറി സാർ, സോറി സാർ. ഇവിടെ ഞാൻ പിന്നെ വിളിക്കാം. ഒരു മാരണം. ഇത് എന്തുവന്ന് മനസ്സിലായോ? എനിക്ക് നാഷണൽ അവാർഡിന് വേണ്ടി നോമിനേഷൻ പോയിരിക്കുകയാണ്. എടാ നാറി, എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടാടാ? ഒരു അവാർഡ് കിട്ടിയപ്പോ കൂലിക്ക് ആളെ വിട്ടേക്കണ. നടന്നു പോയി വായിക്കാൻ നിന്റെ കാലിന് കുരുവാ. ഇത് എന്റെ അടുത്തല്ല കാണിച്ചുള്ളത്. ഇതിന്റെ നേര് പകുതി സാധനം ക്യാമറ കാണിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ അവാർഡ് ഇപ്പൊ നടന്നു വന്ന് ആ സെറ്റ് കയറി ഇരിക്കുവായിരുന്നു. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അടുത്തത് എന്റെ സൂപ്പർ ആക്ഷൻ പടമാണ് വരാൻ പോകുന്നത്. പൃഥ്വിരാജിന്റെ കടുവയുടെ മേളിൽ കയറും. ആ എങ്കിൽ മലയാള സിനിമ രക്ഷപ്പെടും. അത്ര ഇഷ്ടമാണോ എന്നെ? അല്ല, അത് പൃഥ്വിരാജിന്റെ കടുവ തന്നെ വേണമെന്നില്ല. വേറെ ഏതെങ്കിലും കടുവയുടെ ചെന്ന് കയറി കൊടുത്താലും മതി. ഹലോ, ഞാൻ മണിരത്നം സാറിന്റെ ഓഫീസിൽ നിന്നാണ്. ആ സാറിന്റെ അടുത്ത പടത്തില് നിങ്ങൾക്ക് ഒരു വേഷം കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ ഞാൻ വാട്സാപ്പിൽ ഇപ്പൊ ഒരു ഡയലോഗ് അയച്ചിട്ടുണ്ട്. അപ്പൊ അത് തെറ്റാതൊന്ന് ഷൂട്ട് ചെയ്ത് വാട്സാപ്പിലോട്ട് ഇപ്പൊ തന്നെ അയക്കണോ ഡയലോഗ്? ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ആര് വിളിച്ചത്? രത്നം. രത്നമ്മ കുഞ്ഞമ്മ എങ്ങനെ അറിയാം ഞാൻ ഇവിടെ ഉള്ള കേസ്? മണിരത്നം ഡയറക്ടർ. നീ മിണ്ടരുത്. ഞാനോട് മുള്ള നിൽക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് നീ മുള്ള നിൽക്കണമെങ്കിൽ പോയിട്ട് വരും. അയ്യോ, ഇല്ലാത്ത കൗണ്ടർ. കൈന്നിട്ട് അടിക്കാനും സമ്മതിക്കൂല. ഒരു മിനിറ്റ്. ഈ ഡയലോഗ് അല്ലേ പറയണ്ടേ? ഓക്കെ. ഞാനൊരു അനാഥനാണ്. കോടിക്കണക്കിന് ആസ്തിയുണ്ട്. അച്ഛനില്ല, അമ്മയില്ല. പ്രണയിക്കാൻ ഒരു കാമുകി പോലും ഇല്ല. ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. മണിയണ്ണന്റെ ടെമ്പോ വിളിച്ച് എല്ലാരും പെട്ടെന്ന് വാ. ഓ പെട്ടെന്ന് ചരമദാസിന്റെ വീട്ടിൽ വാ. എന്തുവാ എന്റെ കുട്ട ഇനി പേടിക്കണ്ട, എല്ലാരും വരും. എന്തിന്? ഇനി ഒറ്റപ്പെട്ടെന്നുള്ള സങ്കടം വേണ്ട. അത് ഞാൻ ഡയലോഗ് മലയാളം ഒന്നും പറയണ്ട. എന്റെ ബന്ധുക്കാർ മൊത്തം ഇപ്പൊ വീട്ടിൽ വരും. നമുക്ക് ഇനി ഒരു കൂട്ടുകുടുംബം പോലെ ഇവിടെ ജീവിക്കുക. ഇതുപോലുള്ളതാണോ വരാൻ പോകുന്നത്? എന്റെ ബന്ധുക്കളല്ലേ പറഞ്ഞത്. എത്ര പേരുണ്ട്? ഒരു 10-45 പേര് വരും. അവിടെ നിന്ന് എണീറ്റ് മാറാൻ പറ്റുമോ? എന്തിന്? എനിക്ക് ഇങ്ങോട്ടൊന്ന് ബോധം കെട്ട് വീഴാനാ. അങ്ങനെ വീഴല്ലേ ചരൺദാസ്. നീ ആദ്യം പറഞ്ഞതാ കറക്റ്റ്. ചരമദാസ്.